ഹലോ എവ്രി വൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ യൂണിറ്റ് 10 വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള ആ ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പലതരത്തിലുള്ള പൊല്യൂഷനെയൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എന്തൊക്കെ കാരണം കൊണ്ടാണ് പൊല്യൂഷൻ ഉണ്ടാവുന്നത്, ആ ഒരു പൊല്യൂട്ടൻസ്, ഇതിനെയൊക്കെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പൊല്യൂഷൻ ഉണ്ടാവുന്നതിൻ്റെ ഒരു മേജർ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് കൊണ്ട് പബ്ലിക്കായിട്ട് വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ വേസ്റ്റ് കത്തിക്കുന്നത്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. നമ്മൾ അതെല്ലാം പഠിച്ചു. പക്ഷേ ഈ വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വേസ്റ്റ് ഇല്ലാതാക്കേണ്ടത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ ആർക്കും അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ഇല്ല. വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ വേസ്റ്റ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഇല്ലാതാക്കാൻ സാധിക്കും, ഇക്കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് ഉള്ളത്. ഇതൊക്കെ നമുക്ക് നോർമലി അറിയാവുന്ന കാര്യങ്ങളാണ്, ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം തന്നെ പലതരത്തിലുള്ള വേസ്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിൽ പോലും നമ്മൾ പലതരത്തിലുള്ള വേസ്റ്റസുമായിട്ട് നമ്മൾ കാണുകയും അത് പുറന്തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ പോലും അതിൽ പച്ചക്കറി വേസ്റ്റ് വരുന്നുണ്ടല്ലേ, അല്ല ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാനാണേലും പലതരത്തിലുള്ള വേസ്റ്റുകൾ ഇപ്പോൾ ഓരോ വീട്ടിൽ നിന്നാണേലും പുറന്തള്ളുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഹസാർഡസ് വേസ്റ്റസിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഹസാർഡസ് വേസ്റ്റ്? ഹസാർഡസ് വേസ്റ്റ് ഈസ് ദ വേസ്റ്റ് ദാറ്റ് പോസസ് എ ത്രെറ്റ് ടു ദ പീപ്പിൾ ഓർ to the environment, and it includes liquid waste, solid gases, salts, etc. These wastes are called hazardous because of their features such as ignitability, reactivity, toxicity, corrosivity, etc. അപ്പോൾ എന്താണ് ഹസാർഡസ് വേസ്റ്റ് എന്നാണ് അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ, നത്തിങ് മോർ. ഓക്കെ, അപ്പോൾ ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ സോളിഡ് ഫോം എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെൻ, ഇത് സോളിഡ് ഫോമാണ്. കാരണം ഇതെനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ, കാണാനും പിടിക്കാനും തൊടാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എ സോളിഡ് പാർട്ടിക്കിളാണ്. ഇനി ലിക്വിഡ് എന്ന് പറയുമ്പോൾ നമുക്കത് കയ്യിൽ ഒരു വിളവിള പോകുന്നുള്ള ആ ഒരു രീതി, വെള്ളമൊക്കെ. ഇനി ഗ്യാസസ് ആണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഇതിൽ ഏത് ടൈപ്പിലുള്ള വേസ്റ്റ് ആയിക്കോട്ടെ, ഒരേ സമയം മനുഷ്യനും അതുപോലെ തന്നെ എൻവയോൺമെന്റ്, പ്രകൃതിക്കും അത് ഹാനികരമാവുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അതൊരു ഹസാർഡസ് വേസ്റ്റ് ആണ്. മേ ബി എക്സാമിന് ചോദിച്ചേക്കാം, ഒരേ സമയം എൻവയോൺമെന്റിനും അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനും ഒരു അഫക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വേസ്റ്റ് ഏതാന്ന് വെച്ചാൽ ഹസാർഡസ് വേസ്റ്റ് എഴുതാവുന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് ഹസാർഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്? കാരണം ഇതിന്റെ ഹസാർഡസ് ഫീച്ചേഴ്സ് കാരണമാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇത് റിയാക്ടിവിറ്റി ആണ്, ടോക്സിസിറ്റി ആണ്. മീൻസ് ഇത് ടോക്സിക് ആണ്. ഈ വേസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും കൊണ്ടിട്ട് കളഞ്ഞാൽ അത് അവിടെ നിന്ന് വിഷാംശം ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വേറൊരു വേസ്റ്റുമായിട്ട് കമ്പൈൻ ആയി കഴിഞ്ഞാൽ റിയാക്ട് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ കുറച്ച് വീട്ടിലെ വേസ്റ്റുകളെല്ലാം കൊണ്ട് കെട്ടി ഒരു ചാക്കിലാക്കി റോഡ് സൈഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ഹസാർഡസ് വേസ്റ്റ് ആണ്. കാരണം ഇത് സോളിഡ് ഫോം ആണല്ലേ. അപ്പോൾ അതവിടെ കിടന്ന് ആ ഒരു മണ്ണ് ആയിട്ടൊക്കെ ഇല്ലാതായി അവിടെ ഒരു പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, സ്മെല്ല് ഉണ്ടാവുന്നുണ്ട്. അവിടെയുള്ള ബാക്കി ജീവജാലങ്ങളുമായിട്ട് ഒരു റിയാക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ടോക്സിസിറ്റി, മേ ബി നമ്മൾ കൊണ്ടിടുന്ന വേസ്റ്റ് ടോക്സിക് കണ്ടൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ അതിൽ നിന്ന് ടോക്സിക് പാർട്ടിക്കിൾസ് പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഈ ഒരു ഹസാർഡസ് വേസ്റ്റിന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾ അതിൽ അത്രയൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞു അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് അല്ലേ. അപ്പോൾ ഈ ഫീച്ചേഴ്സിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹസാർഡസ് വേസ്റ്റസ് ഹാവ് എനി ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഞാൻ ഈ പറയാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക് എങ്കിലും ഒരു വേസ്റ്റിനുണ്ടെങ്കിൽ അത് ഒബ്വിയസ്ലി ഹസാർഡസ് വേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഗ്നേറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ ക്യാപ്പബിൾ ഓഫ് ക്യാച്ചിങ് ഫയർ ഈസിലി. നമ്മൾ കൊണ്ട് ഇടുന്ന ഒരു വേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വേസ്റ്റിന് പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഹസാർഡസ് വേസ്റ്റ് ആണ്. അപ്പോൾ പെട്ടെന്ന് തീ പിടിക്കാൻ സാധ്യതയുള്ള ആ ഒരു ക്യാരക്ടറിനെയാണ് ഇഗ്നേറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കൊറോസീവ്നെസ് എന്ന് പറയുമ്പോൾ ഈ തുരുമ്പൊക്കെ പിടിക്കുമല്ലോ,
കൊറോഷൻ സംഭവിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ കാരണം തുരുമ്പൊക്കെ പിടിക്കുന്നത് അങ്ങനെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ അത് ഹസാർഡസ് വേസ്റ്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് റേഡിയോ ആക്ടിവിറ്റി, കപ്പാസിറ്റി ടു എമിറ്റ് അയണൈസ്ഡ് റേഡിയേഷൻ. റേഡിയേഷൻസ് പുറന്തള്ളാൻ ആ ഒരു വേസ്റ്റിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഹസാർഡസ് വേസ്റ്റ് ആയിരിക്കാം. റേഡിയേഷൻ എന്ന് പറയുന്നത് മേ ബി നമ്മൾ ഈ ബാറ്ററി ഇലക്ട്രിക് എക്യുപ്മെന്റ്സ് ഒക്കെ കൊണ്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാതെ റോഡ് സൈഡിലൊക്കെ കൊണ്ടിട്ടാൽ അതിൽ നിന്ന് റേഡിയേഷൻസ് പുറത്തോട്ട് വരും. സോ അതിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ലാസ്റ്റ് വൺ ഈസ് ടോക്സിസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വേസ്റ്റിൽ നിന്ന് പോയിസണസ് ആയിട്ട് എന്തെങ്കിലും പുറന്തള്ളുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഹസാർഡസ് വേസ്റ്റ് ആണ്. സോ ഹസാർഡസ് വേസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇഗ്നേഷ്യബിലിറ്റി, റിയാക്ടിവിറ്റി, കൊറോസിവ്നെസ്, റേഡിയോ ആക്ടിവിറ്റി, ടോക്സിസിറ്റി. മേ ബി എക്സാമിന് ചോദിച്ചേക്കാം താഴെ തന്നിട്ടുള്ള പോയിന്റ്സിൽ ഹസാർഡസ് വേസ്റ്റിന് ഇല്ലാത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഏത്, അല്ലെങ്കിൽ ഇതിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ ഈ ഒരു പോയിന്റ്സ് പഠിച്ചു വെച്ചിരുന്നാൽ മതി കേട്ടോ. സോ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് ടോക്സിക് വെർസസ് ഹസാർഡസ്. ഇത് പറഞ്ഞിട്ടുള്ളത് ടോക്സിസിറ്റി ഈസ് ദ ഡിഗ്രി ഓഫ് എ സബ്സ്റ്റൻസ് ടു കോസ് ഇഞ്ചുറി വെൻ ഇറ്റ് എൻറ്റേഴ്സ് ദ മെറ്റാബോളിക് പ്രോസസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വിഷാംശം ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഉള്ളിൽ ചെന്ന് അത് നമുക്കൊരു ഇഞ്ചുറി ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്സിൻ കാരണമാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിനെ ടോക്സിസിറ്റി എന്ന് പറയാം. ഓക്കെ, പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഹ്യൂമൻ പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ടോക്സിക് വേഴ്സസ് ഹാർഡസ് അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് വേസ്റ്റസിന് കാരണം മനുഷ്യനുണ്ടാകുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മീൻസ് ക്യാൻസർ, ജനറ്റിക് ചേഞ്ചസ്, അബ്നോർമാലിറ്റി ഓർ എ ഡിസീസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ക്യാൻസറോ അല്ലെങ്കിൽ മറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസീസസ് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. So hazardous and toxic wastes are not the same, and a toxic substance is always hazardous, but a hazardous substance may not be toxic. Pathogenic agents compound cause symptoms like vomiting, ഡയറിയ എക്സെട്ര. സോ ഇതൊരു വേസ്റ്റസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇതിൽ നിന്ന് ഫോം ആവുന്ന ടോക്സിൻസ് കാരണം, ടോക്സിക് ഗ്യാസ് കാരണം ആളുകൾക്ക് റെസ്പിറേഷൻ പ്രോബ്ലംസ് ഒക്കെ വന്നേക്കാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന പാത്തോജൻസ് കാരണം ഡയറിയ പോലുള്ള അല്ലെങ്കിൽ അതിലും കൂടിയ അസുഖങ്ങളൊക്കെ വന്നേക്കാം. കാരണം ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ടോക്സിസിറ്റി എക്സ്പോസ് ആയില്ല എങ്കിലും നമ്മൾ വേസ്റ്റ് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൊതുകൊക്കെ അതിൽ നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെങ്കിപ്പനിയൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കോൺസെപ്റ്റ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻവോൾവ്സ് ദ കളക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്പോസൽ ഓർ റീസൈക്ലിംഗ് ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ദ വേസ്റ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ഇറ്റ് കോസിങ് അഡ്വേഴ്സ് എഫക്റ്റ് ഓൺ ദ ഹെൽത്ത് ഓഫ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് അവർ എൻവയോൺമെന്റ്. സോ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്താണ്? ഓക്കെ, നമ്മളിപ്പോൾ വേസ്റ്റ് കളക്ട് ചെയ്ത് അത് കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ടേഷൻ അത് കൊണ്ടുപോവുകയാണ്, ഒരു എങ്ങോട്ടെങ്കിലും ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്. അതിനെ എന്നിട്ട് ഡിസ്പോസ് ചെയ്യുകയോ റീസൈക്കിൾ ചെയ്യുകയോ, വേസ്റ്റ് കൊണ്ടുപോയി ഒന്നെങ്കിൽ അത് ഇല്ലാതാക്കി കളയുന്നു അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ്, ഈ ഒരു 2, 3, 4 പ്രോസസ്സ് വരുന്ന ഈ ഒരു ഇതിനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കാം, നമ്മളുടെ വീട്ടിലൊരു വാട്ടർ ബോട്ടിൽ മേടിച്ചു, കുടിവെള്ളം. സോ ഇതിൽ ഉള്ള ആ ഒരു ബോട്ടിൽ വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ബോട്ടിൽ ആവശ്യമില്ല. സോ എന്ത് ചെയ്തു, നമ്മളിത് ഡിസ്പോസ് ചെയ്യാനായിട്ട് കൊണ്ടുപോവുകയാണ്, വേസ്റ്റ് കളക്ഷൻ സെന്ററിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളത് കളക്ട് ചെയ്തു, നമ്മൾ ആ ഒരു ബോട്ടിൽ കളക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, നമ്മളത് കൊണ്ടുപോവുകയാണ്, അല്ലെ ഓൺ ദ വേ ആണ്. അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് കൊടുത്തു, വേസ്റ്റ് കളക്ട് ചെയ്യുന്നിടത്ത് കൊടുത്തു. അവരത് ഈ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, യൂസ് ചെയ്യുന്ന എന്തിനേലും ഉപയോഗിച്ച് കാണാം. കാരണം ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്രാഫ്റ്റ് വർക്കേഴ്സൊക്കെ ഇതൊക്കെ വെച്ച് ഓരോ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. സോ അതൊരു ടൈപ്പ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ വേസ്റ്റ് മിനിമൈസേഷൻ, ഈ ഒരു for managing hazardous wastes, the strategies generally adopted include waste minimization, recycling or reusing or industrial wastes, waste treatment and environment friendly collection, transport and disposal of waste. So ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹസാർഡസ് വേസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സോളിഡ് ടൈപ്പ് ആ ഒരു ഫോമിൽ വരുന്ന
വേസ്റ്റസ് നമുക്ക് എങ്ങനെയാണ് കുറയ്ക്കാൻ സാധിക്കുക, ആ ഒരു വേസ്റ്റിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ആദ്യം വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ നോക്കണം. വേസ്റ്റ് മിനിമൈസ് ചെയ്യണമെങ്കിൽ ഈ റീയൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. കാരണം ചില മൈക്രോ ഫൈബറിന് താഴെയുള്ള പ്ലാസ്റ്റിക് ബാഗൊക്കെ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. സോ അതുപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ വേസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ അത് ഇൻ കേസ് വേസ്റ്റ് വന്നാലും അത് നമുക്ക് റീയൂസ് ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാനോ പറ്റുമോ എന്ന് നോക്കുക. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ, ഇപ്പം നമ്മുടെ വീട്ടിൽ കുറച്ചധികം ഫുഡ് വേസ്റ്റ് വന്നപ്പോൾ നമ്മളത് ചുമ്മാ കൊണ്ടത് കളയുന്നതിന് പകരം ഈ ഒരു ബയോഗ്യാസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അതിൽ ഈ ഒരു വേസ്റ്റ് കൊണ്ട് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബയോഫ്യൂവൽ കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ഫുഡ് വേസ്റ്റ് കാരണം അവിടെ എൻവയോൺമെന്റിനൊന്നും ഒരു കുഴപ്പവും വന്നില്ല. ഓൾസോ നമുക്ക് അവിടെ റീയൂസ് ചെയ്ത് ഫ്യൂവലായിട്ട് കിട്ടിയിരിക്കുകയാണ്. സോ എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ അതെങ്ങനെ ഭൂമിക്ക് ഹാനികരമാവാതെ അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. ഇതാണ് ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് കോൺസെപ്റ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ വേസ്റ്റ് മിനിമൈസേഷൻ, എങ്ങനെയാണ് നമുക്ക് വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റുന്നത്? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. എങ്ങനെയാണ്? വേസ്റ്റ് സെഗ്രിഗേഷൻ മീൻസ് സെപ്പറേറ്റിംഗ് ഹസാർഡസ് വേസ്റ്റ് ഫ്രം നോൺ ഹസാർഡസ് വേസ്റ്റ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് വോളിയം ഓഫ് ഹസാർഡസ് വേസ്റ്റ്. അതായത് ഇപ്പോൾ നമുക്ക് എന്തായാലും ചില സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പറ്റില്ല. സോ എന്ത് ചെയ്യണം? നമ്മൾ വേസ്റ്റ് ഇപ്പോൾ ഒരു മന്ത്ലിയാണ് നമ്മൾ വേസ്റ്റ് കൊണ്ട് കളയാൻ പോകുന്നതെങ്കിൽ വേസ്റ്റ് ഒരുമിച്ചിടാതെ അതിൽ നിന്ന് പലതരത്തിലുള്ള വേസ്റ്റ് സ്പ്ലിറ്റ് ചെയ്യണം. മീൻസ് റീയൂസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് ഒരു ഗണം, റീയൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു എന്നിട്ട് ഈ റീയൂസ് ചെയ്യാൻ പറ്റാത്തത് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സെന്ററിലോട്ട് നമുക്ക് കൊണ്ട് കൊടുക്കാവുന്നതാണ്. ഇനി മീൻസ് റീസൈക്കിൾ, നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. മീൻസ് ഈ കുപ്പിയും പാട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ നിയറസ്റ്റ് ആരെങ്കിലും ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാവുന്നതാണ്. ഈ മീൻസ് ഈ ചെറിയ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വേസ്റ്റിന്റെ അളവ് ക്രമാതീതമായിട്ട് കുറയ്ക്കാവുന്നതാണ്. സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ റീസൈക്കിൾ ചെയ്താണെങ്കിലും വേസ്റ്റിന്റെ അളവ് നമുക്ക് കുറയ്ക്കാം. പിന്നെ സ്കാർപ്പ് ആൻഡ് യൂസ്ഡ് മെറ്റൽസ്. സ്കാർപ്പ് ഇൻക്ലൂഡ്സ് cyclable material which is left after manufacturing and consumption of products such as parts of vehicles. So സ്ക്രാപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ മിച്ചം വരുന്ന വസ്തുക്കളെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. മീൻസ് നിങ്ങളിപ്പോൾ ഒരു തുണി തയ്ക്കുകയാണ്, ഒരു ചുരിദാർ തയ്ക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽസ്, കുറച്ച് തുണി മിച്ചം വന്നു. അതെന്താണ്? അവിടുത്തെ സ്ക്രാപ്പാണ്. കാരണം ഒരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് മാനുഫാക്ചറിങ് ടൈമിൽ അവിടെ ബാലൻസ് വന്ന സാധനങ്ങളാണ്. സോ ഈ സ്ക്രാപ്പ് ഇതിന് അങ്ങനെ ബാലൻസ് വരുന്നതിനെയാണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. മെറ്റൽ സ്ക്രാപ്സ് ക്യാൻ ബി റീസൈക്കിൾഡ് ഫോർ മേക്കിംഗ് യൂസ്ഫുൾ പ്രോഡക്ട്സ്. സോ ഇങ്ങനെ വരുന്ന സ്ക്രാപ്പ് വേസ്റ്റ് വരുന്ന മെറ്റീരിയൽസ് എടുത്ത് കളയാതെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ വേസ്റ്റിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. മീൻസ് ഇപ്പോൾ തുണി തയ്ക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു തുണി ഇപ്പൊ ചുരിദാറാണ് തയ്ക്കുന്നതെങ്കിൽ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പീസ് ഓഫ് തുണി ബാലൻസ് വരും. സോ ഇത് ചിലർ എന്ത് ചെയ്യും? എടുത്ത് കളയും. ചിലരാണെങ്കിൽ ഇത് കളക്ട് ചെയ്ത് വെക്കും. കാരണം വേറെ ഒരു ചുരിദാറിൽ ഈ ഒരു ബാലൻസ് വന്ന തുണിയുടെ പീസ് വെച്ച് ഒരു പുതിയ ഡിസൈൻ കൊടുക്കാനൊക്കെ ആയിട്ട്. സോ അവിടെ ഒരു റീയൂസ് മെത്തേഡ് വരികയാണല്ലേ. സോ അതുപോലെ നിങ്ങൾക്ക് എന്ത് ഒരു സ്ക്രാപ്പ് കിട്ടിയാലും അത് റീയൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് മെറ്റലാണ്. മെറ്റൽ നമുക്ക് പല രീതിയിൽ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെയുള്ളത് ഈ ഹസാർഡസ് വേസ്റ്റ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ കൊണ്ട് വലിച്ചെറിയുന്ന ടൈപ്പ് ഓഫ് വേസ്റ്റസ് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും? നമുക്കത് പലതരത്തിലുള്ള ഫിസിക്കൽ ട്രീറ്റ്മെന്റ് വഴി അല്ലെങ്കിൽ പലതരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ് വഴി അത് ഇല്ലാതാക്കാനായിട്ട് പറ്റും ഈ ഒരു വേസ്റ്റ്. സോ ഇതിൽ ഈ ചിലർ ചെയ്യുന്ന മീൻസ് ഈ സീവേജ് വേസ്റ്റ് ഉണ്ടല്ലോ, ഓട വേസ്റ്റ്, അത് ഫിസിക്കലി അതിലെ വേസ്റ്റ് ഇല്ലാതാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ സീവേജിലെ വെള്ളമെല്ലാം കൂടെ ഒരു വലിയ ടാങ്കിൽ കളക്ട് ചെയ്തിട്ട് കുറച്ച് ദിവസം, സീവേജിനെ ഉദ്ദേശിച്ചത് ഓടയാണ് കേട്ടോ, ഓടയിൽ ഒരുപാട് പ്ലാസ്റ്റിക് സോളിഡ് മെറ്റീരിയൽസ് ഉണ്ടാവും. സോ ഈ വെള്ളം ഒരു ടാങ്കിൽ കളക്ട് ചെയ്തിട്ട് കുറച്ച് നാൾ ഇട്ട് കഴിയുമ്പോൾ ഈ വെള്ളത്തിന്റെ അടിഭാഗത്തിലോട്ട് സോളിഡ് മെറ്റീരിയൽസ് അടിയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വെള്ളത്തിലെ വേസ്റ്റ് എടുത്ത് കളയാനായിട്ട് എളുപ്പമായല്ലോ.
അതിൻ്റെ അടിയിൽ അടിയുന്നുണ്ട്. അല്ലെങ്കിൽ കെമിക്കൽ സോഴ്സ് വഴി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പൊല്യൂട്ടൻ്റ് ആയിട്ടുള്ള വെള്ളം, പലതരത്തിലുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് അത് ആ ഒരു വേസ്റ്റ് ഇല്ലാതാക്കി കളയാനായിട്ട് പറ്റും. പിന്നെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ നമുക്കിപ്പോൾ ബയോഗ്യാസ്, ഓക്കെ, അതിലിപ്പോൾ എന്താണ്, അതിൻ്റെ ആ ഒരു കമ്പോസറിൽ കൊണ്ട് ഫുഡ് വേസ്റ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഫ്യൂവലായിട്ട് കിട്ടുകയാണ്. അതൊരു ബയോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഒന്നുമില്ലെങ്കിൽ കമ്പോസ്റ്റിംഗ് മീൻസ് കത്തിച്ച് കളയുക. ചില സാധനങ്ങൾ നമുക്ക് കത്തിക്കാതിരിക്കാനും പറ്റില്ല. സോ കത്തിച്ചുകൊണ്ടും വേസ്റ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പലതരത്തിലുള്ള മെത്തേഡുകളിലൂടെ നമുക്ക് വേസ്റ്റ് ഇല്ലാതാക്കി കളയാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. നമ്മൾ പറഞ്ഞ ഇങ്ങനെ കട്ടി ആ ഒരു അവസ്ഥയിലുള്ള നമുക്ക് ആ ഒരു സോളിഡ് പാർട്ടിക്കിൾ ആയിട്ടുള്ള, മീൻസ് ഇപ്പോൾ ഈ ഒരു പെന്ന്, ഓക്കെ, ഈ പെൻ ഇപ്പൊ നമുക്ക് ഒരു പെൻ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇതൊരു സോളിഡ് ആണ് അല്ലേ. അപ്പൊ ഞാനിത് റീഫില്ലർ യൂസ് ചെയ്യുന്ന പെന്നാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, ഇതൊരു സോളിഡ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഞാനിത് എഴുതി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇവിടെ അസൈൻമെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ ഒരുപാട് പേന ആവശ്യം വരും. എല്ലാവരും എഴുതി കഴിയുമ്പോൾ കൂടുതലും എല്ലാവർക്കും കംഫർട്ട് ഇങ്ങനെ റീഫില്ലർ ഉള്ള പേനകളാണ്. അപ്പോൾ എല്ലാവരും എഴുതി കഴിയുമ്പോൾ എന്ത് ചെയ്യും, റീഫില്ലർ തീരുന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ള ഇതുണ്ടല്ലോ, ഈ പേനയുടെ ഈ പോർഷൻ, ഇത് നമുക്ക് ബാലൻസ് വരുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഇതുകൊണ്ട് വേസ്റ്റ് ആയിട്ട് കളയും. ഓക്കെ, അപ്പോൾ ഈ ഒരു സോളിഡ് വേസ്റ്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാം എന്ന് ഞാൻ പോയിന്റ് വൈസിൽ പറഞ്ഞുതരാം. ഒന്നാമത്തെ രീതി റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് റീസൈക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ എനർജി റിക്കവറി, അല്ലെങ്കിൽ റിഡക്ഷൻ റോ മെറ്റീരിയൽസ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സോളിഡ് പെൻ ഈ ഒരു പേനയാണ്, സോളിഡ് മെറ്റീരിയൽ. സോ ഈ ഒരു സോളിഡ് വേസ്റ്റ് ഇത് എഴുതി കഴിയുമ്പോൾ ഇത് വേസ്റ്റ് ആവുന്നത് എനിക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നെങ്കിൽ എനിക്കിത് റീയൂസ് എനിക്ക് എങ്ങനെ ചെയ്യാം, പുതിയൊരു റീഫില്ലർ മേടിച്ച് ഇതിനകത്തിട്ട് റീയൂസ് ചെയ്യാം. റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ? ഇതെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പുതിയ എങ്ങനെ വേറെ അടിച്ച് പൊട്ടിച്ച് വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഓരോ പാർട്ടിക്കിൾസിന് ഓരോ രീതിയാണല്ലോ. അപ്പോൾ പേനയ്ക്ക് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, റീഫില്ലർ പേനകൾ ഉപയോഗിച്ചാൽ. സോ അതൊരു പോയിന്റാണ്. നമ്മൾ എന്ത് സാധനം മേടിച്ചാലും അത് റീസൈക്കിളോ റീയൂസോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങൾ മേടിക്കണം. സോ നിങ്ങൾ പേന മേടിച്ചാലും റീഫില്ലർ പേനകൾ മേടിക്കണം എന്ന് നമ്മളിപ്പോൾ ഈ എൻവയോൺമെന്റൽ ക്ലാസ്സുകളിൽ, ഇതിപ്പോൾ എൻവയോൺമെന്റൽ ക്ലാസ് ആണല്ലോ, അതിൽ വരുന്ന ഒരു പോയിന്റാണ് കുട്ടികളെ പഠിപ്പിക്കുന്ന കേൾക്കുക, നിങ്ങൾ കൂടുതലും റീഫില്ലർ ഉള്ള പേനകൾ യൂസ് ചെയ്യണമെന്ന്. കാരണം നമ്മൾ മറ്റേ ഈ റീഫില്ലർ ഇല്ലാത്ത പേന മേടിച്ചു കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, വലിച്ചെറിയേണ്ടി വരും. ഇതാകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു മെത്തേഡ് മനസ്സിലായല്ലോ. അപ്പോൾ സോളിഡ് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒന്നെങ്കിൽ അത് റീയൂസോ റീസൈക്കിളോ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മേടിക്കുക. ഇൻ കേസ് നിങ്ങളൊരു സാധനം മേടിച്ചു, ഒരു സോളിഡ് സാധനം മേടിച്ചു കഴിഞ്ഞു, അത് നമുക്ക് എങ്ങനെയൊക്കെ അത് പിന്നെ മാറ്റാൻ പറ്റും എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാൽ ഒന്നെങ്കിൽ റീയൂസ് ചെയ്യാം, അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ ഇത് കമ്പഷൻ ചെയ്യാം. ഇത് നമ്മൾക്ക് കൊണ്ട് നോർമലി ഇൻഡിവിജ്വൽസിന് ചെയ്യാൻ പറ്റില്ല. വലിയ ഫാക്ടറികളിലൊക്കെ നടക്കുന്നുണ്ട്. മീൻസ് വേസ്റ്റ് എല്ലാം കൂടെ വാരിയിട്ട് കത്തിക്കും. എല്ലാ വേസ്റ്റും അല്ല, പ്രത്യേക ടൈപ്പ് ഓഫ് വേസ്റ്റസ് ഇട്ട് കത്തിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന എനർജി ഉണ്ടാക്കിയെടുക്കും. അവിടെ ഒരു എനർജി ഫോം ആവും ചില സാധനങ്ങൾ കത്തിച്ചാൽ. അപ്പോൾ അവർ എനർജി ഉണ്ടാക്കിയെടുക്കും. സോ ഇങ്ങനെയൊക്കെ നമുക്ക് സോളിഡ് വേസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കാര്യം പിടികിട്ടിയല്ലോ. റീയൂസ് ചെയ്യാനോ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാക്സിമം മേടിക്കുക. പിന്നെ അഗെയിൻ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിലോട്ട് വന്നിരിക്കുകയാണ്. വിത്ത് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ദ നമ്പർ ഓഫ് സിറ്റീസ് ഹാസ് ഓൾസോ ബീൻ ഇൻക്രീസിങ് ആൻഡ് സോ ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വേസ്റ്റ് ജനറേറ്റഡ്. സോ പോപ്പുലേഷൻ ഇപ്പോൾ വളരെ ക്രമാതീതമായിട്ട് കൂടിയിട്ടുണ്ട് അല്ലേ, ജനസംഖ്യ വളരെയധികം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നഗരങ്ങളുടെ എണ്ണം കൂടി, മെട്രോ, ട്രെയിൻ, എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഇപ്പോൾ കൂടി അല്ലേ കമ്പാരിറ്റീവ്ലി. 10 വർഷം മുന്നേ ഉള്ള ഒരു സ്ഥലമാണോ ഇപ്പോൾ നമ്മുടെ ചുറ്റും? അല്ലല്ലോ. ഒരുപാട് വണ്ടികളും തിരക്കുമാണ് ഇപ്പോൾ ചുറ്റും. സോ തിരക്ക് കൂടിയതിനനുസരിച്ച് എന്ത് ചെയ്തു, പൊല്യൂഷൻ കൂടി. ഓൾസോ ആളുകൾക്ക് വേസ്റ്റ് കൊണ്ട് ഡിസ്പോസൽ ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യമായതിനാൽ എല്ലാവരും വേസ്റ്റ് കൊണ്ട് റോഡ് സൈഡിലും കുളത്തിലും കായലിലും ഒക്കെ വലിച്ചെറിയാൻ തുടങ്ങി. ഇതിന് കാരണം എന്താണ്? പ്രത്യേക തരത്തിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് മാർഗങ്ങൾ അധികാരികൾ സ്വീകരിക്കാത്തതുകൊണ്ടാണ് ആളുകൾ ഈ വേസ്റ്റുകൾ കൊണ്ട് വലിച്ചെറിയാൻ
തുടങ്ങിയത്. കാരണം ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് സിറ്റി ഏരിയകളെ കുറിച്ചാണ്. സിറ്റി ഏരിയസ് എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ പരിധികളായിരിക്കും അല്ലേ. അപ്പൊ ഈ കോർപ്പറേഷൻ പരിധികളിൽ സിറ്റി ഏരിയസിൽ കൂടുതലും ഫ്ലാറ്റുകളായിരിക്കും. ഈ ഫ്ലാറ്റിലെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് ഉണ്ടാവില്ല. അവിടെ കുറച്ച് ഒരു ഇതുണ്ടാവും, ഇങ്ങനെ 3-4 ബോക്സ് വെച്ചിട്ടുണ്ടാവും. അറിയായിരിക്കുമല്ലോ, നോർമലി കേട്ടിട്ടും അല്ലെങ്കിൽ നേരിട്ടും അറിയാവുന്ന ആൾക്കാരായിരിക്കും. സോ ഈ ഫ്ലാറ്റുകളിൽ ഫുഡ് വേസ്റ്റ് ഒരു ബക്കറ്റിലിടുക, പേപ്പർ വേസ്റ്റ് ഒന്നിലിടുക, പ്ലാസ്റ്റിക് വേസ്റ്റ് ഒന്നിലിടുക, ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇതിലൊന്നും ഇടാൻ പറ്റാത്ത വേസ്റ്റ് നമ്മളുടെ കയ്യിലും കാണും. എക്സാമ്പിൾ ആണ് സാനിറ്ററി പാഡ്. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, സാനിറ്ററി പാഡ് ഒരു വേസ്റ്റിലും എടുക്കത്തില്ല. അതുപോലെ തന്നെ ഈ കോർപ്പറേഷന്റെ അവിടെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും ചില വേസ്റ്റുകൾ കത്തിച്ച് കളയാൻ പോലും പറ്റില്ല. കാരണം കത്തിക്കുന്നതൊക്കെ അവിടെ നിരോധനം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, പ്ലാസ്റ്റിക് പോലത്തെ സാധനങ്ങൾ. സോ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കത്തിച്ചാലും ആരും അറിയില്ല. സോ ഫ്ലാറ്റ് ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് ചില വേസ്റ്റുകൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത മാർഗമാണ്. കാരണം ഫ്ലാറ്റിലുള്ള വേസ്റ്റിൽ അവിടെ ഇടാനും പറ്റില്ല, കത്തിക്കാനും പറ്റാത്ത സാഹചര്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യും, പുറത്തോട്ട് പോകും. ഈ വേസ്റ്റും കൊണ്ട് പുറത്തോട്ട് പോകുമ്പോൾ ഈ കോർപ്പറേഷന്റെ പരിധിയിൽ വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള ഒരു മാർഗങ്ങളും മേ ബി ഉണ്ടാവില്ല. എല്ലാ സ്ഥലങ്ങളും അല്ല എങ്കിലും മോസ്റ്റ് ഓഫ് ദ പ്ലേസസും സ്റ്റിൽ സിറ്റീസ് ഏരിയയിലും വേസ്റ്റ് കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ആളുകൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഈ വേസ്റ്റ് കയ്യിൽ ഉള്ള വേസ്റ്റ് എല്ലാം കൂടെ ഒന്നെങ്കിൽ ഉള്ള അടുത്തുള്ള കായലിൽ കൊണ്ടെറിയും, അല്ലെങ്കിൽ റോഡ് സൈഡിൽ എറിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്. പുറം രാജ്യങ്ങളിൽ വേസ്റ്റ് കൊണ്ട് വലിച്ചെറിഞ്ഞാൽ അത് ഭയങ്കര കേസാണ്. ഓക്കെ, അപ്പോ നമ്മുടെ രാജ്യത്തിൽ ഉടൻ തന്നെ അതുപോലുള്ള മാർഗങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഈ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ കൊണ്ടുവന്നിട്ട് ഒന്നും അല്ലെങ്കിലും റോഡ് സൈഡിൽ എന്തെങ്കിലും ബോക്സുകൾ വെക്കുക അല്ലെ, വേസ്റ്റ് ഇടാനായിട്ട് ബോക്സുകൾ വെച്ചിട്ട് ആളുകൾക്ക് അവയർനെസ് കൊടുക്കുക. ഈ ടൈപ്പ് വേസ്റ്റ് ഇതിലേ ഇടാവൂ എന്നുള്ള അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ ആരും വേസ്റ്റ് റോഡ് സൈഡിൽ എറിയില്ലല്ലോ. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വേസ്റ്റ് ഏതൊക്കെ തരത്തിൽ ഡിസ്പോസ് ചെയ്യാം. ഇപ്പൊ വലിച്ചെറിയുന്ന കാര്യം പറഞ്ഞു. ഇത് വലിച്ചെറിയാതെ നമുക്ക് ഏതൊക്കെ തരത്തില് ഈ വേസ്റ്റ് ഇല്ലാതാക്കാം. ഇപ്പൊ കത്തിക്കാൻ പറ്റാത്ത വേസ്റ്റ് ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ നമുക്ക് കൊണ്ട് ഒരു മാർഗത്തിലും കളയാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ ഇത് ഇല്ലാതാക്കാം. ഒന്നാമത്തേതാണ് ലാൻഡ് ഫിൽ ഡിസ്പോസൽ. അതായത് എ നമ്പർ ഓഫ് ഹസാർഡസ് വേസ്റ്റ് ക്യാൻ ബി ഡിസോൾവ് ലാൻഡ് ഫില്ലിംഗ് വിച്ച് ഇൻവോൾവ്സ് പ്ലേസിംഗ് ദ ഹാർംഫുൾ സബ്സ്റ്റൻസ് ഇൻ എ സ്പെസിഫൈഡ് ഏരിയ അണ്ടർഗ്രൗണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കുഴി എടുത്തിട്ട് വേസ്റ്റസ് അവിടെ കുഴിച്ചു മൂടുക, അതാണ് ലാൻഡ് ഫിൽ ഡിസ്പോസൽ. അതായത് നമ്മൾ എടുക്കുന്ന ലാൻഡ്, ആ ഒരു വേസ്റ്റ് കുഴിച്ചു മൂടാൻ ഉദ്ദേശിക്കുന്ന ലാൻഡിന്റെ അടുത്ത് വെള്ളം അല്ലെങ്കിൽ പുഴ ഇതൊന്നും പാടില്ല. കാരണം നമ്മൾ കുഴിച്ചു മൂടുന്ന വേസ്റ്റിൽ എന്തെങ്കിലും കെമിക്കൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും മണ്ണിനടിയിലൂടെ ഈ കെമിക്കൽസ് വെള്ളത്തിലോട്ട് ഇറങ്ങും. അപ്പോൾ ആ വെള്ളം കുടിക്കുന്ന ഒരുപാട് മൃഗങ്ങളും പക്ഷികളൊക്കെ ഉണ്ടാവും. സോ അവർക്കത് അഫക്റ്റ് ചെയ്യും. സോ നമ്മൾ കുഴിച്ചിടാൻ കണ്ടെത്തുന്ന സ്പേസിന്റെ അടുത്ത് വേറെ ജലസ്രോതസ്സുകളൊന്നും പാടില്ല. എന്നിട്ട് ഒരു നല്ല സ്പേസ് നോക്കി അവിടെ ഒരുപാട് വേസ്റ്റ് ഉണ്ടെങ്കിൽ കുഴിച്ചിടുക. ഇങ്ങനെ ചെയ്യാം. രണ്ടാമത്തത് ഇൻസിനറേഷൻ ആണ്. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുന്നതിനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മീൻസ് ഇൻസിനറേഷൻ ഈസ് എ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഇൻ വിച്ച് ദ ഓർഗാനിക് സബ്സ്റ്റൻസസ് കണ്ടെയ്ൻഡ് ഇൻ ദ വേസ്റ്റ് ആർ ബേൺഡ്. It is method to minimize, detoxify and dispose of the waste. Those industries, cities which cannot find suitable area for disposing of waste material, they can use this method. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒരു സ്ഥലത്ത് കൊണ്ട് കുഴിച്ചിടുന്ന കാര്യം അല്ലേ. ഇത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത് നടക്കും. കാരണം ഈ ഗ്രാമപ്രദേശങ്ങളിൽ ഈ വീടിനോട് അടുത്ത് തന്നെ എല്ലാവർക്കും പ്രോപ്പർട്ടി ഉണ്ടാവും, അത്യാവശ്യം ആളുകൾക്ക്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ അല്ലാതെ തന്നെ ഉണ്ടാവും. പക്ഷെ സിറ്റി ഏരിയയിലോട്ട് വരുമ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ കാണില്ല. ഓൾസോ പലരും ഈ ഫ്ലാറ്റുകളിലായിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ മിക്കവരുടെ വീട് 3 സെന്റിൽ 4 സെന്റിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ചുറ്റും കുഴിച്ചിടാനുള്ള ആ ഒരു ലാൻഡ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് വേസ്റ്റ് കത്തിക്കാൻ പറ്റുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇൻസിനറേഷൻ എന്ന മെത്തേഡിലൂടെ, അതായത് ഒരു കമ്പഷൻ ചാമ്പർ അല്ലെങ്കിൽ ബേണർ ചാമ്പർ, അത് മേടിക്കാൻ കിട്ടും. കൂടുതൽ ഫ്ലാറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലയിടത്തല്ല, ഇപ്പോഴത്തെ മിക്ക ഫ്ലാറ്റിലും ഇൻസിനറേഷൻ മെത്തേഡ് വഴിയാണ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. അതായത് വലിയൊരു മെറ്റൽ പോലത്തെ ഒരു സാധനമുണ്ട്.
അപ്പൊ നല്ല പൊക്കത്തിലുള്ള, എന്നിട്ട് ഇതിന്റെ മണ്ടയിൽ വലിയൊരു കുഴലുണ്ടാവും പൊക്കത്തിലോട്ട്. സോ ഇതിനകത്ത് അവിടുത്തെ ആളുകളുടെ വേസ്റ്റ് എല്ലാം കൊണ്ടിടും, എന്നിട്ട് ഇത് കത്തിച്ച് കളഞ്ഞിട്ട് അത് ഇല്ലാതാവും. എന്നിട്ട് ഇതിന്റെ പുക അങ്ങും ആ പൊക്കത്തിൽ ആ ഒരു കുഴലിലൂടെ അങ്ങ് പൊക്കോളും. കത്തിച്ച് കളയുന്ന ആ ഒരു മെത്തേഡ്. സോ നമുക്ക് വേറെ കുഴിച്ചിടാനുള്ള മാർഗം ഇല്ലെങ്കിൽ ഇങ്ങനെ കത്തിച്ചാണേലും വേസ്റ്റ് കളയാം. പിന്നെയുള്ളത് ഡംപിങ് അറ്റ് സീ. എന്താണ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്പോസിങ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, ഡ്രേജ്ഡ് മെറ്റീരിയൽസ് ആൻഡ് സ്വീജസ് സ്ലഡ്ജ് ആൻഡ് ഇൻക്ലൂഡ് ഡംപിങ് ഓഫ് ദ വേസ്റ്റ് ഇൻ ദ ഡീപ് സീ ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് ദ ഗ്രൗണ്ട് വാട്ടർ. സോ ചില വേസ്റ്റ് ഉണ്ടല്ലേ, പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്ന് വരുന്ന വേസ്റ്റ്. സോ ഇത് ഒരിക്കലും മണ്ണിലെടുത്ത് കുഴിച്ചു മൂടാനും പറ്റില്ല. ഇൻ കേസ് കുഴിച്ചു മൂടിയാലും ഇതിൽ ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് വെള്ളത്തിൽ കലരാനുള്ള സാധ്യതയുണ്ട്. സോ ഈ വേസ്റ്റുകൾ എങ്ങോട്ടാണ് ഡിസ്പോസ് ചെയ്യുന്നത്? കടലിന്റെ ഉൾത്തട്ടിലോട്ടാണ്, അതായത് ഡീപ്പ് സീയിലോട്ടാണ് ഇത് ഡിസ്പോസ് ചെയ്യുന്നത്. അതാണ് മോസ്റ്റ് ഓഫ് ദ ഫാക്ടറീസ് ആർ ഫൗണ്ട് ഇൻ എവിടെയാണ്? കോസ്റ്റൽ ഏരിയാസിലാണ്. അതായത് തീരപ്രദേശങ്ങളിലാണ് ഒരുപാട് വലിയ ഫാക്ടറീസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അതിൻ്റെ ആ ഒരു പ്രാഥമിക ഉദ്ദേശം വേസ്റ്റ് അവർ ഈ ഒരു കടലിന്റെ ഉള്ളിലോട്ട് ഡിസ്പോസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ കടലിന്റെ ഉള്ളിലോട്ട് ഡിസ്പോസ് ചെയ്യുന്നത് അത്ര നല്ല മാർഗമല്ല. കാരണം ഈ വേസ്റ്റിൽ, ഫാക്ടറി വേസ്റ്റ് ആകുമ്പോൾ അതിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളുടെ റൂൾ ഒന്നുണ്ട്. ആസ് പെർ ഇന്റർനാഷണൽ ലോ പ്രകാരം ഹസാർഡസ് വേസ്റ്റ് പോലുള്ള മെർക്കുറി, പ്ലാസ്റ്റിക്, കാർസിനോജനിക്, കാഡ്മിയം ഇങ്ങനെയുള്ള വേസ്റ്റുകളൊന്നും ഈ ഒരു സീയിലോട്ട് ഡിസ്പോസ് ചെയ്തുകൂടാ. കാരണം ഇത് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യുന്ന ആളെ പിടിച്ചകത്തിടും, ജയിലിലാക്കും. അത് ബാൻ ചെയ്തിട്ടുള്ള കുറ്റമാണ്. അപ്പോൾ ഫാക്ടറികൾക്കൊക്കെ ഡീപ് സീയിലോട്ട് വേസ്റ്റ് ഇടാം, പക്ഷെ ഭയങ്കര കൂടിയ കെമിക്കലുള്ള വേസ്റ്റുകളൊന്നും സീയുടെ അടിയിലോട്ട് ഒഴുക്കി വിടാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവിടെ അത്രയേ ഉള്ളൂ. നമുക്ക് എങ്ങനെയൊക്കെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞു. കുഴിയെടുത്ത് കുഴിച്ചു മൂടാം, ലാൻഡ് ഫിൽ ഡിസ്പോസൽ, അല്ലെങ്കിൽ കത്തിച്ച് കളയാം, ഇൻസിനറേഷൻ, അല്ലെങ്കിൽ ഡംപിങ് അറ്റ് സീയിലോട്ട് ഒഴുക്കി വിടാന്ന് പറഞ്ഞാൽ അണ്ടർ ആ ഒരു ഡീപ്പ് സീയിലാണ് കേട്ടോ, പുറത്തെ സീയിലല്ല. സീയുടെ ഉള്ളിലോട്ട് വലിയ ഓസ് ഇട്ട് അങ്ങനെ എന്തെങ്കിലും ഒഴുക്കി കളയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രിവലന്റ് മെത്തേഡ്സ് ഓഫ് ഡിസ്പോസൽ. ഇൻ ഇന്ത്യ ദ മെത്തേഡ്സ് ഓഫ് ഡിസ്പോസൽ ഓഫ് hazardous ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഫോളോഡ് ഇൻക്ലൂഡ് ഡിസ്പോസൽ വിത്ത് സിറ്റി വേസ്റ്റ്, ഡിസ്പോസൽ ഓൺ റിവർ ബാങ്ക്, ഡിസ്പോസൽ ബൈ ബേണിംഗ് ഇൻ ദ ഓപ്പൺ, ഡിസ്പോസൽ ബൈ ലോയിങ് ഏരിയ എക്സ്ക്യൂസീസ് ആൻഡ് incineration. These methods are being used in disposing of most of the waste having heavy metals. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയിലെ ഏതൊക്കെ തരത്തിലാണ് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നതെന്നാണ്. ഒന്നെങ്കിൽ നമ്മളുടെ ഓൺ ഇൻസിനറേറ്റേഴ്സ്, അതായത് കത്തിച്ച് കളയുന്ന ആ ഒരു എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് ചിലർ കത്തിച്ച് കളയുന്നു, ചിലരാണെങ്കിൽ റിവർ സൈഡിൽ കൊണ്ട് ഒഴുകി കളയുന്നു, ചിലർ റോഡ് സൈഡിൽ കൊണ്ട് ഒഴുകി കളയുന്നതല്ല കൊണ്ട് നിക്ഷേപിക്കുന്നു. ഇങ്ങനെ പല മാർഗങ്ങൾ വഴി ഇന്ത്യയിൽ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മളിങ്ങനെ കൊണ്ട് വലിച്ചെറിയുമ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ പ്രോപ്പറായിട്ടല്ല വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നതെങ്കിൽ. അതായത് നമ്മൾ വേസ്റ്റ് കൊണ്ട് ഇടുന്നത് ഇപ്പോൾ വെള്ളത്തിലാണെങ്കിൽ ആ വെള്ളം ഫുള്ള് കണ്ടാമിനേറ്റ് ആയി പോകും, പൊല്യൂട്ടായി പോകും അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് കുടിക്കുന്ന പക്ഷി മൃഗാദികൾക്ക് പല തരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ല, ഇനി നമ്മൾ കൊണ്ട് ഇടുന്ന വേസ്റ്റ് റോഡ് സൈഡിലാണെങ്കിൽ അവിടെ നിന്ന് ഓരോ തരത്തിലുള്ള ഇൻസെക്ട്സ് ഫോം ആവാനും അസുഖങ്ങൾ ബാധിക്കാനും കൊതുകുകളൊക്കെ വന്ന് അസുഖങ്ങൾ സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഡിസ്പോസൽ പ്രോപ്പറായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ. ഈ ഒരു കാര്യം, അതായത് വേസ്റ്റ് നമ്മൾ എവിടെ കൊണ്ട് എറിയുന്നു എന്നതിലല്ല, എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു അതിലാണ് കാര്യം. ഇതാണ് കൺക്ലൂഷൻ. സോ ഇത്രയുള്ള ഒരു യൂണിറ്റ് ചെറിയ യൂണിറ്റ് ആണ്. സോ നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻ നോക്കാം ഇതിൽ. എന്താണ് ഇഗ്നേഷ്യബിലിറ്റി? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്താണ് ഇഗ്നേഷ്യബിലിറ്റി? ക്യാച്ചസ് ഫയർ ഈസിലി. തീ പെട്ടെന്ന് കയറി കത്തുന്നതിനെയാണ് ഇഗ്നേഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത് കൊറോസിവ്നെസ് എന്താണ്? ബിയേഴ്സ് എവേ അതർ മെറ്റീരിയൽസ്.
ഇനി റിയാക്ടിവിറ്റി എന്താണ്? റിയാക്ട് സ്ട്രോങ്ലി വിത്ത് വാട്ടർ. റേഡിയോ ആക്ടിവിറ്റി റിലീസസ് അയോണിക് റേഡിയേഷൻ. റേഡിയേഷൻ റിലീസ് ചെയ്യുന്നതിനെയാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പോയിസണസ് പുറന്തള്ളുന്നതിനെയാണ് ടോക്സിസിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഹസാർഡസ് വേസ്റ്റ് മസ്റ്റ് അണ്ടർഗോ ദ ഫോളോയിങ് 4 സ്റ്റെപ്പ്. നമ്മൾ പറഞ്ഞല്ലോ ഈ ഹസാർഡസ് വേസ്റ്റ്, അതായത് നോർമലി മനുഷ്യനും അനിമൽസിനും ഒക്കെ ഹാനികരമാവുന്ന സാധാരണ ഉള്ള ആ വേസ്റ്റസ് എങ്ങനെ ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് ഡിസ്പോസ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4 സ്റ്റെപ്പാണ് ഉള്ളത്. 1 മിനിമൈസേഷൻ, 2 റീസൈക്ലിംഗ്, 3 ട്രീറ്റ്മെന്റ്, മറ്റൊന്ന് കളക്ഷൻ, ട്രാൻസ്പോർട്ട്. ഇങ്ങനെ 4 സ്റ്റെപ്പിലൂടെയാണ് വേസ്റ്റസ് ഡിസ്പോസൽ സാധാരണ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ നിന്ന് ചോദിക്കാൻ അങ്ങനെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കുറവാണ്. പിന്നെ ചോദിക്കും ഇങ്ങനെ എന്താണ് മിനിമൈസേഷൻ എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇതാണ് മിനിമൈസേഷൻ, അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ്? ഇപ്പോൾ ഞാൻ പറയാം, എക്സാമ്പിൾ ഡാഷ് ക്യാച്ചസ് ഫയർ ഈസിലി എന്ന് കൊടുത്തിട്ട് ഇഗ്നീഷ്യബിലിറ്റി, കൊറോസിവ്നെസ്, റേഡിയോ ആക്ടിവിറ്റി, ഇങ്ങനെ ഒരു 4 ഓപ്ഷൻ കൊടുത്തിരിക്കും. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, ഇതാണ് അതിന്റെ ഉത്തരം. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. അല്ലാണ്ട് അധികം ചോദ്യങ്ങളൊന്നും കാണുന്നില്ല ഈ ഒരു യൂണിറ്റിൽ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ അടുത്ത യൂണിറ്റുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.